മുസ്ലിം ലീഗിൻ്റെ ഒരു ഫണ്ട് വിവാദം കൂടി ഇന്നലെ പുറത്തു വന്നായിരുന്നു. വയനാട് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി വാങ്ങിയ ഭൂമിക്കകത്തുള്ള ക്രമക്കേട് ഉണ്ട് എന്നൊരു മാധ്യമ വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. ഇന്നലെ BJP പുതിയ രാജ്യസഭാ MP നോമിനേറ്റ് ചെയ്തതിനെ ആഘോഷിക്കുന്നതിനിടയിൽ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വേണ്ടത്ര പരിഗണന കൊടുക്കാതെ വിട്ട വാർത്തയാണത്. ഈ ഫണ്ട് മുക്കൽ വിവാദം ഒരു തുടർക്കഥയാണെന്നാണ് തവനൂർ MLA KT ജലീൽ പറയുന്നത്. മുൻപ് ലീഗിലുണ്ടായിരുന്ന ലീഗിന് രാജിവെച്ച് ഇടതുപക്ഷവും ചേർന്ന് പ്രവർത്തിക്കുന്ന KT ജലീൽ ലീഗ് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും തുറന്നെഴുതിയിട്ടുണ്ട്. മാത്രമല്ല പല കാര്യങ്ങളും തുറന്ന് കാണിച്ചിട്ടുമുണ്ട്. അതുപോലെ ഇപ്പോൾ വീണ്ടും പുതിയൊരു തുടർക്കഥയാണ് ഈ ഫണ്ട് മുക്കൽ വിവാദമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം വളരെ രസകരമാണ്, വായിക്കേണ്ടതാണ്. ലീഗുകാർക്ക് ഇഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. ജലീൽ പറയുന്നത് ഇങ്ങനെയാണ്: ഫണ്ട് മുക്കൽ ലീഗിൽ തുടർക്കഥയാകുന്നു. വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് വേണ്ടി പൊതുജനങ്ങളെന്ന് ഓൺലൈനായി ലീഗ് സ്വരൂപിച്ചത് 40 കോടിയിലധികം രൂപയാണ്. സർക്കാരിൽ വിശ്വാസമില്ലെന്ന ന്യായം പറഞ്ഞാണ് സ്വന്തമായി ലീഗ് പിരിവിനിറങ്ങിയത്. വീട് നിർമ്മാണത്തിൻ്റെ ആദ്യപടിയായി നടന്ന സ്ഥലം വാങ്ങലിൽ ലീഗിലെയും യൂത്ത് ലീഗിലെയും ആഡംബര ജീവികളായ ചില പറമ്പു കച്ചവടക്കാരെ സംസ്ഥാന ഭാരവാഹികളും MLA-മാരും ലീഗ് സംസ്ഥാന അധ്യക്ഷനെ തെറ്റിദ്ധരിപ്പിച്ച് മാർക്കറ്റ് വിലയേക്കാൾ വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങിയതായി ഉയർന്ന ആക്ഷേപം ഗൗരവമേറിയതാണ്. വാങ്ങിയ വില അറിയാൻ വിവരാവകാശ പ്രകാരം ബന്ധപ്പെട്ട രജിസ്റ്റർ ഓഫീസിൽ അപേക്ഷ നൽകിയാൽ നിഷ്പ്രയാസം കിട്ടും. ലീഗ് ആയതുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങിയ ഇനത്തിൽ ഇടനിലക്കാരെന്ന ലീഗ് നേതാക്കൾ കമ്മീഷൻ പറ്റിയെന്ന ആരോപണവും തള്ളിക്കളയാൻ കഴിയില്ല. ലീഗിൻ്റെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ 50 കോടിയാണ് പിരിച്ചു മുക്കിയത്. പാർട്ടി നേതൃത്വം അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ്റെ ലീഗ് നേതാവായ ഭർത്താവിനെയാണ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചത്. കശ്മീരിലെ പിഞ്ചു പെൺകുട്ടികളുടെ കണ്ണീരിൻ്റെ കഥ പറഞ്ഞ് പിരിച്ച കത്വ ഉന്നാവ് ഫണ്ട് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയ യൂത്ത് ലീഗ് സംസ്ഥാന നേതാക്കൾക്കെതിരെ കുന്ദമംഗലം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. പ്രസ്തുത ഉത്തരവ് ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി തൽക്കാലം മുഖം രക്ഷിക്കാനായത് ആശ്വാസമായി ആരും കാണേണ്ട. സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ഫണ്ട് മുക്കികളെ സമൂഹ മധ്യത്തിന് കൊണ്ടുവരാനുള്ള ശ്രമം യൂത്ത് ലീഗിൻ്റെ മുൻ ദേശീയ നേതാവ് യൂസഫ് പടന്നലും തുടരുകയാണ്. ലീഗ് നേതാക്കളിൽ പലർക്കും സാമുദായിക താല്പര്യത്തെക്കാൾ സ്വന്തം സാമ്പത്തിക നേട്ടങ്ങളിലാണ് കണ്ണ്. ഡൽഹിയിൽ ഖൈദ മില്ലത്ത് സൗധം പണിയാൻ പിരിച്ച ഫണ്ടും ശരിയായ വിധം ചെലവിട്ടില്ലെന്ന അഭിപ്രായം ലീഗ് അണികൾക്കിടയിൽ ശക്തമാണ്. പണി പൂർത്തിയാക്കാത്ത കെട്ടിടം ചുളുവിലേക്ക് വാങ്ങി തട്ടിക്കൂട്ടാപ്പീസാക്കി ലീഗ് ദേശീയ ആസ്ഥാനം മാറ്റിയെന്ന വേദന ലീഗ് പ്രവർത്തകർ പങ്കുവെക്കുന്നത് ഈ ഉള്ളവനും കേട്ടിട്ടുണ്ട്. ഡൽഹിയിലെ വസ്തുവും സ്ഥലവും എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്നറിയാൻ ഒരു വിവരാവകാശം കൊടുത്താൽ മതിയാകുമെന്ന കാര്യം ലീഗ് നേതാക്കൾ മറക്കണ്ട. നിലമ്പൂർ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് ലീഗ് പിരിച്ച ഫണ്ടും വിനിയോഗത്തിലെ ക്രമക്കേട് കാരണം വിവാദമായത് ആര് വിസ്മരിച്ചാലും ലീഗുകാർക്ക് വിസ്മരിക്കാനാവില്ല. ഗുജറാത്ത് ഫണ്ടും സുനാമി ഫണ്ടും അർഹരായവർക്ക് കൊടുക്കാതിരുന്നതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണല്ലോ 2005-ൽ പാർട്ടി എന്നെ പുറത്താക്കിയത്. തെറ്റുതിരുത്താനുള്ള ശ്രമങ്ങൾക്ക് പകരം സാമ്പത്തിക തട്ടിപ്പുകാർക്ക് സംരക്ഷണ കവചം തീർക്കുന്ന നിലപാടാണ് നേതൃത്വം ഇപ്പോഴും സ്വീകരിക്കുന്നത്. ലീഗിൻ്റെ സമുന്നത നേതാക്കളെ മുന്നിൽ നിർത്തി സമീപകാലത്തെ സ്വകാര്യ സംരംഭം എന്ന പേരിൽ വ്യാപക ഷെയർ കളക്ഷൻ സ്വദേശത്തും വിദേശത്തും പൊടിപൊടിക്കുകയാണ്. നേതാക്കളെ വിശ്വസിച്ച് ലക്ഷങ്ങൾ കൊടുത്ത സാധാരണ ലീഗ് പ്രവർത്തകർ മുതലും ലാഭവും കിട്ടാതെ ഉഴലുന്നത് പതിവായിരിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പിൻ്റെ സ്ഥിരാകേന്ദ്രമായി ലീഗ് മാറുന്നത് ആത്മാർത്ഥതയുള്ള ലീഗ് അണികളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നു. ചോദ്യം ചെയ്യുന്നവരെ നിഷ്കരണം പുറത്താക്കുന്ന പ്രക്രിയ അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗിൻ്റെ പോഷക സംഘടനകളുടെ ഭാരവാഹികൾക്കായി ആരംഭിച്ച സാമൂഹിക സുരക്ഷാ പദ്ധതി വാലും തലയുമില്ലാത്ത അവസ്ഥയിലായതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. വാർഷിക വരിസംഖ്യയെ 500 രൂപയാണ് ഈടാക്കിയിരുന്നത്. കോടികൾ ഈ ഇനത്തിൽ പിരിഞ്ഞു കിട്ടിയതായിട്ടാണ് കേൾവി. സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഏത് ഇൻഷുറൻസ് കമ്പനിയിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ഇതുവരെയും ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. സ്കീമിൽ 500 രൂപ വാർഷിക വരിസംഖ്യ നൽകി ചേർന്ന ലീഗ് പ്രവർത്തകർ മരണപ്പെട്ടാൽ 5 ലക്ഷവും പരിക്ക് പറ്റിയാൽ 3 ലക്ഷവും നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ആർക്കെങ്കിലും പദ്ധതി പ്രകാരം വല്ലതും തിരിച്ചു കിട്ടിയത് അറിവില്ല. വെറും 500 രൂപയുടെ കാര്യത്തിന് ആരും കേസിന് പോകില്ലെന്ന ഉറപ്പിലാണ് നേതാക്കളുടെ പ്രതീക്ഷ. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ചുമതലക്കാരനായ ജില്ലാ ലീഗ് നേതാവിൻ്റെ ബാങ്കിലെ കോടികളുടെ കടം തിരിച്ചടച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ലെന്നാണ് ലീഗ് അണികൾക്കിടയിലുള്ള സംസാരം. പണപ്പിരിവുകളിൽ കാണിക്കുന്ന ആവേശവും സുതാര്യതയും പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ നിർബന്ധമായി ലീഗ് നേതൃത്വം കാണിക്കണം.
വയനാട്ടിലെ പാവം മനുഷ്യർക്ക് വീടുണ്ടാക്കാൻ എടുത്ത സ്ഥലത്തിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ ലീഗ് ഒട്ടും അമാന്തിക്കരുത്. നിലവിൽ പ്രസിദ്ധപ്പെടുത്തിയ കണക്ക് ഒട്ടും വിശ്വാസയോഗ്യമല്ല. 11 ഏക്കർ ഒരുമിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് സെന്റിന് 1,22,000 രൂപയാവുക? വയനാട്ടിലെ ഏത് കുട്ടിയോട് ചോദിച്ചാലും 60,000-ൽ ഒരു പൈസ പോലും അവിടെ ഒരു സെന്റിലില്ല. മാത്രമല്ല, ലീഗ് വിലയ്ക്ക് വാങ്ങിയ 11.5 ഏക്കറിൽ നിർമ്മാണാനുമതി ഉള്ളത് 1 ഏക്കറിൽ മാത്രമാണെന്നും ആക്ഷേപമുണ്ട്. ഈ മുടക്കാച്ചരക്കിയ സ്ഥലം ആരിൽ നിന്നാണ് വാങ്ങിയതെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കണം. ഇടനിലക്കാരായി നിന്ന ലീഗ് നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി നേതൃത്വം സ്വീകരിക്കണം. ഇതിനേക്കാൾ കണ്ണായ സ്ഥലത്താണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത്. ഭൂമിയുടെ വില സെന്റിന് 23,000 രൂപയാണ് കോടതിയിൽ കെട്ടിവെച്ചത്. തട്ടിപ്പ് നടത്തുമ്പോൾ ഒരു മയമൊക്കെ വേണ്ടേ? ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതി ഇങ്ങനെ പകൽക്കൊള്ള നടത്താൻ പാടുണ്ടോ? പിരിച്ച ഓരോ രൂപയ്ക്കും നാളെ പടച്ചവന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ഓർമ്മ ലീഗിന്റെ നേതാക്കൾക്കില്ലേ? അത് വിശ്വാസം അവർക്ക് വെറും ലേബൽ മാത്രമാണോ? ഒരാൾ മുസ്ലിമാണോ എന്നറിയാൻ അയാളുമായി നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കുക എന്ന 2ാം ഖലീഫ ഉമർ ദി ഗ്രേറ്റിൻ്റെ വാക്കുകൾ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ജലീലിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. ലീഗിൻ്റെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് ശേഖരിക്കലും പിന്നെ ഫണ്ട് മുക്കലിനും വ്യക്തമായ കണക്കാണ് അദ്ദേഹം പുറത്തുവിട്ടുള്ളത്. 2005-ൽ ലീഗിൽ നിന്ന് ജലീൽ പുറത്തു പോകുന്നത് ഗുജറാത്ത് ഫണ്ടിനെ കുറിച്ചും പിന്നെ സുനാമി ഫണ്ടിനെ കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ മൂലമാണ്. അവിടെ നിന്നാണ് ലീഗുമായിട്ട് ജലീൽ തെറ്റാൻ തുടങ്ങിയത്. പിന്നെ 2006-ൽ പുറത്ത് വന്ന് CPM-നൊപ്പം ചേർന്ന് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് തോൽപ്പിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് ലീഗിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് അന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 2018-ലെ പ്രളയ ഫണ്ട്, കവളപ്പാറ ഫണ്ട്, പിന്നെ കത്തോ ഉന്നാവ് ഫണ്ട്, അങ്ങനെ ഒരുപാട് ഫണ്ട് ശേഖരണം ലീഗ് നടത്തിയിട്ടുണ്ട്. അതൊന്നും വ്യക്തമായിട്ട് ചെലവഴിക്കപ്പെട്ടില്ലെന്ന് ആരോപണമുള്ളതാണ്. കത്വ ഉന്നാവ് ഫണ്ടിനായിട്ട് വ്യക്തമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗിൻ്റെ പ്രവർത്തകൻ തന്നെയാണ് കേസ് കൊടുത്തിട്ടുള്ള കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ട. അപ്പോൾ ഈ ഫണ്ട് മുക്കൽ ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ് ലീഗിലെന്ന് അതിന് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇത് നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്യേണ്ടതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ ലീഗിനെ വെല്ലുവിളിക്കുന്നുണ്ട് KT ജലീൽ. വളരെ സുപ്രധാനമായ കാര്യമാണ്. മാധ്യമങ്ങൾ വേണ്ടത്ര പരിഗണന ഈ വാർത്തയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന കാര്യം ചേർത്ത് പറയേണ്ടതാണ്. UDF-നെ എങ്ങനെയെങ്കിലും സഹായിക്കുന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കത്തില്ല ഈ വാർത്ത. എന്തൊക്കെയായാലും പക്ഷേ ഈ ഫണ്ട് മുക്കൽ വിവാദം, വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി പിരിച്ച തുക കൊണ്ട് നടത്തിയ ഈ ഫണ്ട് മുക്കൽ വിവാദം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടത് തന്നെയാണ്.